നമസ്കാരം. എല്ലാ മക്കൾക്കും എ മിലിറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സ്പോർട്സ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ്. മക്കളെ, എല്ലാവർക്കും ആർമി, നേവി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. നിങ്ങൾ അതിൽ നിയമനം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ വന്നിരിക്കുന്ന ഈ രണ്ട് വേക്കൻസി, ഒന്ന് ഇന്ത്യൻ ആർമിയുടേത്, രണ്ട് ഇന്ത്യൻ നേവിയുടെ. ഈ രണ്ട് വേക്കൻസികളും സ്പോർട്സ് മാൻമാർക്കുള്ളതാണ്. അതായത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും രണ്ടു കൂട്ടർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന സ്പോർട്സ് റിലേറ്റഡ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് ഇത്തവണ നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് മക്കളെ ആലോചിച്ച് നോക്കൂ. ആർമിയുടെ ഡയറക്ട് എൻട്രി ഹവിൽദാർ ആൻഡ് നായക് സുബേദാർ. ഹവിൽദാർ ആൻഡ് നായക് സുബേദാർ എന്നുള്ള പോസ്റ്റിലേക്കുള്ള ഡയറക്ട് എൻട്രി ആണ്. കണ്ടീഷൻ എന്താണ്? അൺമാരീഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓൺലി. അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, എത്ര വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്? 17 to 25 വയസ്സിനുള്ളിൽ, 17 മുതൽ 25 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചിരിക്കുന്നത് 10ാം തരമാണ്. എന്നാൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴായിരിക്കണം? 1 ഒക്ടോബർ 1999 മുതൽ 30 സെപ്റ്റംബർ 2006 രണ്ട് തീയതികളും കൂടി ഉൾപ്പെട്ട രീതിയിൽ ജനിച്ചവരായിരിക്കണം. ആൺകുട്ടികളാണെങ്കിൽ 166 സെന്റിമീറ്റർ ഉയരവും പെൺകുട്ടികളാണെങ്കിൽ 152 സെന്റിമീറ്ററും ഉയരം ആർമിയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമാണ്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ്? ഒന്ന്, സ്പോർട്സിൽ പങ്കാളിത്തമുള്ളവർക്ക് മാത്രമേ ഇതിൽ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സ്പോർട്സിൽ പങ്കാളിത്തമുള്ളവരും പ്രൈസുകൾ ലഭിച്ചവർക്കും മാത്രമേ ആപ്ലിക്കേഷൻ. അപ്പൊ ഏത് ലെവലിലുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്? ആർമി ആയാലും നേവി ആയാലും അപേക്ഷിക്കേണ്ട ആൾക്കാർ ഇന്റർനാഷണൽ, ജൂനിയർ ഓർ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ്, ഖേലോ ഇന്ത്യ ഗെയിംസ്, യൂത്ത് ഗെയിംസ് എന്നിവയിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ സമ്മാനം നേടിയിട്ടുള്ളവർ മാത്രമേ ഇതിൽ അപേക്ഷിക്കുന്നുള്ളൂ. അതിൽ പങ്കെടുത്ത് വിന്നറായവരും അതിൽ പങ്കെടുത്തവരും മാത്രമേ ഈ ആർമിയുടെയും നേവിയുടെയും സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കേണ്ടതുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനുള്ളിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കിക്കോളൂ. അതും ഇതിനകത്ത് എപ്പോഴാ പറഞ്ഞിരിക്കുന്ന? 1 ഏപ്രിൽ 2022 31 മാർച്ച് 2024 ഇടയിൽ, 1 ഏപ്രിൽ 2022 31 മാർച്ച് 2024 ഇടയിൽ ഇന്റർനാഷണൽ, ജൂനിയർ, സീനിയർ നാഷണൽ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പ്രൈസ് ലഭിച്ചവരോ പങ്കെടുത്തവരോ ആയിരിക്കണം അപേക്ഷകർ. അത് കൃത്യമായി നോക്കണം. ഈ 2022 മുമ്പായി ലഭിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ പരിഗണിക്കുന്നതല്ല എന്നോട്ട്. ഇനി ഏതൊക്കെ ഐറ്റമാണുള്ളത്? ഈ ഐറ്റം നോക്കിക്കോളൂ. അത്ലറ്റിക്, അതെന്താണ്? ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റ്സ്, മെൻ ആൻഡ് വുമൺ, ആർച്ചറി, സെയിലിംഗ്, ഷൂട്ടിംഗ്, റെസ്ലിംഗ്. ഈ ഐറ്റങ്ങളിലെല്ലാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണ്. എന്നാൽ റോവിംഗ്, വിന്റർ ഗെയിംസ്, റെസ്ലിംഗ്, വോളിബോൾ, കബഡി, ഹാൻഡ്ബോൾ, ഹോക്കി, ജിംനാസ്റ്റിക്, ഫെൻസിംഗ്, ഫുട്ബോൾ, ഡൈവിംഗ്, ബോക്സിംഗ്, സ്വിമ്മിംഗ്, കയാക്കിംഗ്, ബാസ്കറ്റ്ബോൾ തുടങ്ങിയവ ആർക്ക് മാത്രമുള്ളതാണ്? പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. മെൻ ഓൺലി ആണ്. ഇവിടം വരെ മെൻ ആൻഡ് വുമൺ ബോത്ത് ആപ്ലിക്കബിൾ. എന്നാൽ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴെന്താണ്? അത് ആൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്. ഇതിന്റെ ആർമിയിലേക്ക് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി, ലാസ്റ്റ് ഡേറ്റ് 30 സെപ്റ്റംബർ 2020. മക്കളെ, ഇതേതാ മാസം? ഇനി എത്രയോ മാസങ്ങളുണ്ട് അല്ലെ? ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഇഷ്ടംപോലെ കാണും. ഓക്കെ, അതുകൊണ്ട് അപേക്ഷ അർഹതപ്പെട്ടവർക്ക് അയക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല, സമയമുണ്ട്. ഏത് സൈറ്റിലൂടെ അപേക്ഷിക്കണ്ടേ? www.joinindianarmy.gov.in സൈറ്റിൽ കൂടി നിങ്ങൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ അയക്കാവൂ. അയക്കേണ്ട മറ്റു പ്രൊസീജിയറുകൾ നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു തരുന്നതാണ്. ഇനി അടുത്തത് മക്കളെ നോക്കൂ. നേവിയുടേതാണെങ്കിൽ എന്താണ്? നേവിയുടേത് ഡയറക്ട് എൻട്രി ആണ്. എന്താണ്? പെറ്റി ഓഫീസർ ആൻഡ് ചീഫ് പെറ്റി ഓഫീസർ. പെറ്റി ഓഫീസറും ചീഫ് പെറ്റി ഓഫീസർ, ഇത് രണ്ടും മനസ്സിലാക്കണം. ഈ ഹവിൽദാർ തന്നെയാണ് ഈ പെറ്റി ഓഫീസർ. ആർമിയിൽ ഇത് ഹവിൽദാർ ആണെങ്കിൽ ഇവിടെ പെറ്റി ഓഫീസർ എന്ന് പറയും. ഇവിടെ നായക് സുബേദാർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ഇവിടെ ചീഫ് പെറ്റി ഓഫീസർ. അതുകൊണ്ട് തന്നെ രണ്ടും ഈക്വൽ പോസ്റ്റ് ആണ്. വിളിച്ചിരിക്കുന്നത് രണ്ടും സ്പോർട്സ് എൻട്രിയാണ്. ഇതിനെ തുടർന്ന് ഇനിയിപ്പോ എയർഫോഴ്സിന്റെയും കൂടി ഉടൻ തന്നെ സ്പോർട്സ് എൻട്രി വരും. ഇതിൽ എന്താ പറയുന്നത്? അൺമാരീഡ് മെയിൽ ഫീമെയിൽ ഓൺലി. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് എൻട്രി പറഞ്ഞിരിക്കുന്നത്. സെയിം ചാമ്പ്യൻഷിപ്പും ഏത് ദിവസത്തിനുള്ളിലാണ് ഇവർ പ്രൈസ് നേടിയിരിക്കുന്നതൊക്കെ സെയിം ആയിട്ട് തന്നെയാണ്. എന്താണ്? അത്ലറ്റിക്, അക്വാറ്റിക്സ്, ബോക്സിംഗ്, കയാക്കിംഗ്, ഷൂട്ടിംഗ്, സെയിലിംഗ്, റോവിംഗ്, ജിംനാസ്റ്റിക് ആൻഡ് റെസ്ലിംഗ്. ഇതെല്ലാം എന്താണ്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അയക്കാൻ പറ്റുന്ന പോസ്റ്റാണ്.
എന്നാൽ ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, കബഡി, ക്രിക്കറ്റ് നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് കൂടി ഇതിനുള്ളിലുണ്ട്. സോറി, അപ്പോ ഈ ക്രിക്കറ്റ് കൂടി ഉൾപ്പെടുത്തി ഇതിനെല്ലാം എന്താണ് പുരുഷന്മാർക്ക് മാത്രമാണ് ഇതിലേക്ക്. ബാക്കി 9 1 ഇതിന്ന് 10 എണ്ണത്തിന് എന്തായിരിക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണെന്ന് ഓർത്തിരിക്കുക. കണ്ടീഷൻസ് ഇത് തന്നെയാണ്. ഇന്റർനാഷണൽ ജൂനിയർ ചാമ്പ്യൻഷിപ്പ്, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്നിവയിൽ പങ്കെടുത്ത ഓരോ വിജയികളും ആയിരിക്കണം അപേക്ഷകർ. എപ്പോഴാണ് ഈ അപേക്ഷ അയക്കേണ്ട അവസാന ഡേറ്റ്? 20 ജൂലൈ 2024. 20 ജൂലൈ 2000. ഇവിടെ എത്രയായിരുന്നു? 30 സെപ്റ്റംബർ 2024. ഇവിടെ 20 ജൂലൈ 2024. ഏത് സൈറ്റിലൂടെ അപേക്ഷ അയക്കേണ്ടത്? www.joinindiannavy.gov.in എന്ന സൈറ്റിൽ സന്ദർശിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ അപേക്ഷ അയക്കുള്ളൂ. അതിന്റെ വ്യക്തമായ കാരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ആൺകുട്ടികൾക്ക് 157 സെന്റിമീറ്റർ, പെൺകുട്ടികൾക്ക് 152 സെന്റിമീറ്റർ ആണ് ചോദിക്കുന്നത്. 10+2 ആണ് ഇവിടെ. 10ാം ക്ലാസ് ആണ് പാസ് ചോദിച്ചെങ്കിൽ ഇവിടെ 10+2 ആണ് ചോദിക്കുന്നത്. 17 മുതൽ 25 വയസ്സ് വരെ. സെയിം ഇവിടെയും 17 to 25 വയസ്സ്. 1 നവംബർ 1999 ടു 30 ഏപ്രിൽ 2007 എന്നുള്ളതാണ് ഇതിന്റെ ഡേറ്റ് എങ്കിൽ ഇവിടെ എന്തായിരുന്നു? നമുക്ക് 1 ഒക്ടോബർ 1999, 1 നവംബർ 1999, 30 സെപ്റ്റംബർ 2006, 30 ഏപ്രിൽ 2007. ആ വ്യത്യാസം നിങ്ങൾ കൃത്യമായി പറഞ്ഞു. ഓരോരുത്തരും അവരുടെ ഏജ് ഏതിനുള്ളിലാണ് ഉള്ളതെന്ന് നോക്കിയതിനു ശേഷം അവരവർക്ക് പറ്റിയ വേക്കൻസിയിലേക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കണം. വളരെ നല്ലൊരു പോസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ പ്രത്യേകത പറഞ്ഞു തരാം മക്കളെ. ഈ പെറ്റി ഓഫീസർ അഥവാ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഏറ്റവും ചുരുങ്ങിയ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് വിത്ത് തന്നെ ഒരു 50K സാലറി സ്പോർട്സ് സെന്ററിൽ കിട്ടും. മറ്റു പോസ്റ്റുകൾ ഇത്ര വന്നിട്ടില്ലെങ്കിൽ സ്പോർട്സ് സെന്ററിൽ ഒരു 50,000 രൂപയുടെ മുകളിൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് സാലറി. ഇനി നായക് സുധാകരൻ ചീഫ് പെറ്റി ഓഫീസർ എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരു 65+ നിങ്ങൾക്ക് കിട്ടും. ഇതോടൊപ്പം ആ ഡിഫൻസിന്റേതായ എല്ലാ ബെനിഫിറ്റുകളും നിങ്ങൾക്ക് കിട്ടും. ക്യാൻറ്റീൻ ഫെസിലിറ്റി, മെഡിക്കൽ ഫെസിലിറ്റി, CST ഫെസിലിറ്റി, അങ്ങനെ എന്തെല്ലാം, അല്ലെങ്കിൽ MSP മിലിറ്ററി സർവീസ് പേ തുടങ്ങി എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഇന്ത്യൻ ആർമിയിൽ നിന്നോ ഇന്ത്യൻ നേവിയിൽ നിന്നോ ഒരു സാധാരണ സൈനികർക്ക് കിട്ടുന്ന ആ ആനുകൂല്യങ്ങളെല്ലാം ഈ സ്പോർട്സ് റിക്രൂട്ട്മെന്റിലുള്ള സ്ഥിര നിയമനമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അഗ്നിവീർ പദ്ധതിയല്ല ഇത് രണ്ടും എന്നുള്ളതും കൂടി ഓർക്കാം. അതോടൊപ്പം നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷ അയക്കേണ്ടത്? നേവി അയക്കുന്നവരോ ആർമി അയക്കുന്ന ആരാണെങ്കിലും ഈ സൈറ്റിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വയ്ക്കുമ്പോൾ ആ നോട്ടിഫിക്കേഷന്റെ താഴെയായി നേവിക്ക് ഇത്തരത്തിലൊരു ഫോം ഉണ്ടാകും ലാസ്റ്റ് പേജിൽ. അതേപോലെ ആർമി ആണെങ്കിൽ ആർമിക്ക് ഇത്തരത്തിലൊരു പേജ് ഉണ്ടാവും ലാസ്റ്റ് പേജിൽ. ആ പേജിലൂടെ നിങ്ങൾ ഫോം എടുത്ത് അത് പൂരിപ്പിച്ചിട്ട് സാധാരണ നോർമൽ പോസ്റ്റ് വഴി വേണം ഇതയക്കാൻ. നമുക്ക് ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ കയറിയിട്ട് അപേക്ഷ അയക്കാനില്ല, ഇന്ത്യൻ നേവിയുടെ സൈറ്റിൽ കയറി അപേക്ഷ അയക്കാനില്ല. തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ കണ്ട് അതിന്റെ ഏറ്റവും അവസാനമുള്ള പേജ് ആപ്ലിക്കേഷൻ ഫോം ആണ്. അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന, നിങ്ങളുടെ സ്പോർട്സ് തെളിയിക്കുന്ന എല്ലാ സപ്പോർട്ട്മെന്റ് ഡോക്യുമെന്റും ആ കൂട്ടത്തിൽ വെച്ച് നോർമൽ പോസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്ത് ആരും അയക്കരുത്, സ്വീകരിക്കില്ല. നോർമൽ പോസ്റ്റിൽ മാത്രം അയക്കുക. നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ സ്പോർട്സിൽ ലഭിച്ചിരിക്കുന്ന ഉയർന്ന യോഗ്യത അനുസരിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പ്രൈസ് ലഭിച്ചിട്ടുണ്ടോ അല്ലെ പങ്കാളിത്തമുള്ളോ ഏത് വർഷം പങ്കെടുത്താൽ അത് നോക്കി മാത്രമാണ് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ മാത്രം റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിന് വിളിക്കും. മറ്റു റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറുകൾ അവർ അറിയിക്കുന്നതിന് പ്രകാരം നടക്കും. തീർച്ചയായും എല്ലാവരും അപേക്ഷ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപേക്ഷ അയക്കുന്ന എൻവലപ്പിന്റെ മുകളിൽ ഈ എൻവലപ്പ് ഇങ്ങനെ നീളത്തിലുള്ള എൻവലപ്പിന്റെ മുകളിലാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഇത് ബ്രൗൺ കളറിലുള്ള എൻവലപ്പ് ആയിരിക്കണം. ബ്രൗൺ കളറിൽ എൻവലപ്പ് ഇതിന്റെ ഒരു കോണിലായിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കണം. എന്തെഴുതിയിരിക്കണം? നിങ്ങൾ എഴുതിയിരിക്കേണ്ടത് ഇതാണ്: ഡയറക്റ്റ് എൻട്രി പെറ്റി ഓഫീസർ ചീഫ് പെറ്റി ഓഫീസർ 2/2024. എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഡയറക്റ്റ് എൻട്രി ഹവൽദാർ ആൻഡ് നായക് സുൽത്താൻ 2/2024. അതിനുശേഷം നമ്മുടെ ഐറ്റം ഏതാണ്? ഇനി ഒരാൾ കബഡി ആണെങ്കിൽ കബഡി, എന്നിട്ട് അതിന്റെ അപ്പുറത്ത് സ്റ്റേറ്റ് ലെവലോ നാഷണൽ ലെവലോ എന്താണ് എന്നുള്ളത് കൃത്യമായി എഴുതിയിരിക്കണം. തീർച്ചയായിട്ടും അത് ഓർക്കുക. ബ്രൗൺ കളറിലുള്ള എൻവലപ്പിൽ തന്നെ അയക്കണം. അതിന്റെ മുകളിൽ എന്തെഴുതിയിരിക്കണം? ഇവിടെ ഡയറക്റ്റ് എൻട്രി പെറ്റി ഓഫീസർ ആൻഡ് ചീഫ് പെറ്റി ഓഫീസർ 2/2024. അതിനുശേഷം നമ്മളെ എന്താണ് ഐറ്റം? അതിലിപ്പോ ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ
പിന്നീട് എന്താണ് എഴുതിയിരിക്കുക, സ്റ്റേറ്റ് ലെവലാണോ നാഷണൽ ലെവലാണോ, അതല്ലെങ്കിൽ ഖേലോ യൂത്ത് ആണോ യൂത്ത് ഗെയിംസ് ആണോ, ഏതാണ് നമ്മൾ പങ്കെടുത്തിരിക്കുന്നത് കൃത്യമായി എഴുതിയിരിക്കണം. അവർക്ക് ഇത് വേർതിരിച്ചെടുക്കാൻ വേണ്ടി എളുപ്പമാണ്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതാത്തവരെ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യും, തീർച്ചയായും നോക്കൂല. പിന്നെ ഇതിൽ രണ്ടിനും ഫോട്ടോ എടുക്കണം. ഈ രണ്ടിനും ഫോട്ടോ എടുക്കുന്ന ഹോട്ടലിൽ നിർദ്ദേശങ്ങൾ തന്നിരിക്കുന്നത് ഇതാണ്: നിങ്ങൾ ഫ്രണ്ട് സൈഡ് ക്ലിയർ ആയ രീതിയിലായിരിക്കണം, തൊപ്പി വെക്കാൻ പാടില്ല, പൊട്ടു തൊടാൻ പാടില്ല, കമ്മലിടാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങൾ ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കുക. ഫ്രണ്ട് ഫേസ് ക്ലിയർ ആയിരിക്കണം. എന്നാൽ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ ബ്ലൂ ആയിരിക്കും, ലൈറ്റ് ബ്ലൂയിലായിരിക്കണം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഫോട്ടോ വേണം ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ രണ്ട് അപേക്ഷകളും നിങ്ങൾ അയക്കേണ്ടത് അതാത് ഫോഴ്സിന്റെ സ്ഥലങ്ങളിലേക്കാണ്. രണ്ട് ന്യൂഡൽഹിയിലേക്കാണ്. ഇപ്പൊ നമ്മളെ നേവിയെ കുറിച്ചാണെങ്കിൽ ദ സെക്രട്ടറി ഇന്ത്യൻ വായു സ്പോർട്സ് കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള 7th സ്ഥലത്തേക്കാണ് അയക്കേണ്ടത്, 7ാം നിലയിലേക്കാണ് അയക്കേണ്ടത്. അതിന്റെ അഡ്രസ് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് ലഭിക്കും. അതുപോലെ ഇന്ത്യൻ ആർമിയുടെ തന്നെയാണെങ്കിൽ സ്പോർട്സിന്റെ ബ്രാഞ്ചിലേക്ക് തന്നെയാണ് അയക്കുന്നത്. അഡ്രസ് വകയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഫോം പ്രിന്റ് ഔട്ട് എടുക്കും, അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് അപേക്ഷ അയച്ച് ആർക്കൊക്കെ പറ്റുമോ, സ്പോർട്സ് ഐറ്റങ്ങളിൽ ആർക്കൊക്കെ പറ്റുമോ അവരെല്ലാവരും ഇതിനായി അയക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം എന്താണെന്ന് അറിയാം മക്കളെ, നമ്മൾ സ്പോർട്സിൽ സ്റ്റേറ്റ് ലെവലിലോ നാഷണലിലോ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇന്ത്യൻ റെയിൽവേയിലോ ഇന്ത്യൻ നേവിയിലോ ഇന്ത്യൻ എയർഫോഴ്സിലോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിലോ ജോലി കിട്ടണം നിർബന്ധമില്ല. കാരണം നമ്മൾ ഇതിനെ കുറിച്ച് പലരും അറിയുന്നില്ല. അപ്പം എല്ലാവർക്കും ഇപ്പോൾ ഒളിമ്പിക്സിലോ മറ്റതിലോ തുടർച്ചയായിട്ട് പങ്കെടുക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ ഫീൽഡ് ഔട്ട് ആവാതെ നിങ്ങളുടെ സ്പോർട്സ് ഐറ്റത്തിൽ നിങ്ങൾ ഇത്ര ഒരു ജോലി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആ സ്പോർട്സുമായിട്ട് മുന്നോട്ട് പോകാം. അത് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ സ്പോർട്സിന്റെ കോച്ച് അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ട് പുതിയ ടീമിനെയും കാര്യങ്ങളെയും ട്രെയിനിങ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. സ്ഥിര നിയമനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊമോഷൻസും കാര്യങ്ങളും സാലറിയുടെ ഇൻക്രീസും ഉണ്ടാകും. ഓർക്കുക, നിങ്ങൾ നമ്മളുടെ ഇപ്പോൾ ഒളിമ്പിക്സിലൊക്കെ പോയി മെഡലൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ നമ്മളുടെ താരങ്ങൾ അവരെല്ലാവരും ആർമിയുമായിട്ടും നേവിയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പോൾ അവരെ പോലെ തീർച്ചയായിട്ടും ആർമിയുടെ യൂണിഫോം ഇടുകയും പ്രൊമോഷൻ വാങ്ങുകയും സാലറി വാങ്ങുകയും ചെയ്യുന്നതോടൊപ്പം സ്പോർട്സിന്റെ രീതിയിലുള്ള എല്ലാ അച്ചീവ്മെന്റും നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു പോസ്റ്റാണിത്. അതുകൊണ്ട് സ്പോർട്സ് എൻട്രി എന്നുള്ള ഇതിനെ നിങ്ങൾ ആരും തള്ളിക്കളയരുത്. തീർച്ചയായിട്ടും അർഹരായ ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഇതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് ആയിട്ടാ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എയിമിന്റെ വാട്സാപ്പ് നമ്പർ ആയി എത്തിയിരിക്കുന്നു 9447000161 എന്ന നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളോട് കറസ്പോണ്ടൻസ് ചെയ്താൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ റീപ്ലൈ തരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ സ്പോർട്സ് ഐറ്റം ഏതാണെന്ന് സ്പോർട്സ് എൻട്രി ഡീറ്റെയിൽസ് ഫോർ സ്പോർട്സ് എൻട്രി എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഡീറ്റെയിൽസ് നൽകുന്നതിന് ഉതകും. അതുകൊണ്ട് അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടെത്തുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്.